ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ സോൾജിയേഴ്സിനെ, അതായത് സൈനികരെ ബന്ദികളാക്കിക്കൊണ്ട് ഹമാസ് നടത്തുന്ന അവരുടെ ചെറുത്തുനിൽപ്പ് അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ഇതിന് എല്ലാ രീതിയിലും പിന്തുണയ്ക്കുന്നത് ഇറാനാണ്. ഇറാനെതിരെ അടുത്ത നീക്കം, പടനീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു പടനീക്കം ഉണ്ടായാലും ഇറാനെ ഇപ്പോൾ സംരക്ഷിക്കാൻ സാഹചര്യങ്ങൾ ഇറാൻ അനുകൂലമായിക്കൊണ്ട് റഷ്യ ഉൾപ്പെടെ ഇറാൻ്റെ ശക്തമായ ഒരു സൗഹൃദ വലയം ഇപ്പോൾ ഇറാനോടൊപ്പം ഉണ്ട്. ഖമനേയി ഒറ്റയ്ക്കല്ല. ഖമനയുടെ കൂടെ ഇസ്ലാം രാജ്യങ്ങളോ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയോ ഒന്നുമല്ല. റഷ്യയാണ് ഇപ്പോൾ ഇറാൻ്റെ കരുത്തായി നിൽക്കുന്നത്. എണ്ണ വ്യാപാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റഷ്യ യൂറോപ്യൻ യൂണിയനുമായി നിരന്തരം നടത്തുന്ന പോരാട്ടം, അതായത് ഉക്രൈനെ മുന്നിൽ നിർത്തി യൂറോപ്യൻ യൂണിയൻ കളിക്കുന്ന നാണംകെട്ട കളിക്ക് റഷ്യ കൊടുക്കുന്ന മറുപടിക്ക് ഇറാൻ്റെ പരിപൂർണമായ പിന്തുണയുണ്ട്. ഇതുൾപ്പെടെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളായി മാറുന്നത്. ഒന്ന് ആലോചിക്കണം, 90%-ലധികം ഷിയ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇറാൻ. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമോന്നതകാരിയായ അയത്തുള്ള അൽ ഖമനേയി പറയുന്ന വാക്കിൽ നിന്നും അണുവിട മാറി ചിന്തിക്കാൻ അവരാരും ശ്രമിക്കാറില്ല. എന്നാൽ അവിടുത്തെ ഭരണത്തെ അട്ടിമറിക്കാൻ, റജീം ചേഞ്ച് കൊണ്ടുവരാൻ നെതന്യാഹു തലങ്ങും വിലങ്ങും പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. അതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, നെതന്യാഹുവിൻ്റെ ആഗ്രഹങ്ങളെല്ലാം ചീട്ടുകൊട്ടാരമാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ലിക്വിഡ് പാർട്ടി അധികാരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന സാഹചര്യം അതിന് വഴിയൊരുക്കുകയാണ്. സയനിസ്റ്റ് ഭരണം അവസാനിക്കുകയാണ്. അപ്പോഴും ചോദ്യം ഇതാണ്, IDF സൈനികരെ കുരുതി കൊടുക്കാനാണോ നെതന്യാഹു ഈ യുദ്ധം ആരംഭിച്ചത്? IDF സൈനികർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണോ ഇറാനെതിരെ പോർവിളിയുമായി എത്തിയത്? ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് റഷ്യ ഇപ്പോൾ സുരക്ഷ ഏർപ്പെടുത്തുകയാണ്. ഇസ്ഫഹാൻ ആയിരുന്നാലും ഫോർദോയിലായിരുന്നാലും റഷ്യ സമാനതകളില്ലാത്ത പിന്തുണയും ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമാനതകളില്ലാത്ത പിന്തുണയും അതുപോലെ തന്നെ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയാണ്. യുറേനിയം സമ്പുഷ്ടീകരണം ആണവായുധ നിർമ്മാണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിനും റഷ്യ പുതിയ ഒരു ഡീൽ ഇറാനുമായി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന് ആലോചിക്കണം, US-ന്റെ എല്ലാ മോഹങ്ങളും ചീട്ടുകൊട്ടാരമാക്കിക്കൊണ്ട് ഇനി ട്രംപുമായി ഒരു കരാറിലേക്കില്ല എന്നൊരു പ്രഖ്യാപനത്തിലേക്കാണ് ഖമനേയി നീങ്ങുന്നത്. ഖമനേയി ആ പറയുന്നതിനെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുകയാണ്. ട്രംപിൻ്റെ തിണ്ണമെടുക്കും. അമേരിക്കയുടെ അഹങ്കാരത്തിലും വലിയ തിരിച്ചടി തന്നെയാണിത്.